നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. മൂർഖൻ വിരിഞ്ഞിറങ്ങും വിഷകാലം. മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും പ്രായപൂർത്തിയായ ഒരാളെ കൊല്ലാനുള്ള വിഷമുണ്ട്. മൂർഖൻ പാമ്പുകളുടെ മുട്ട വിരിക സീസൺ ആരംഭിച്ചു. ദിവസവും സ്നേക്ക് റെസ്ക്യൂ ടീം പിടികൂടുന്നത് 10-ലധികം മൂർഖൻ പാമ്പിൻ കുഞ്ഞുങ്ങളെ. പിടികൂടുന്നവയിൽ കാട്ടിൽ എത്തിച്ച് തുറന്നു വിടുകയാണ് പതിവ്. മൂർഖൻ പാമ്പുകൾ 30 മുട്ടകൾ വരെയാണ് ഇടുന്നത്. ആൺപാമ്പും പെൺപാമ്പും മാറി മാറി അടയിരിക്കും. മുട്ട വിരിഞ്ഞ് 1000 പാമ്പിൻ കുഞ്ഞുങ്ങൾ ഇറങ്ങിയാൽ ഒരെണ്ണം മാത്രമേ അതിജീവിക്കൂ എന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നു. മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും പ്രായപൂർത്തിയായ ഒരാളെ കൊല്ലാനുള്ള വിഷമുണ്ട്. വനം വകുപ്പിൻ്റെ പട്ടികയിൽ ഷെഡ്യൂൾ 1-ൽപ്പെട്ട മൂർഖൻ പാമ്പിനെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്താൽ 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. പാമ്പിനെ കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് പാമ്പിനെ സഞ്ചാരവും ഒളിച്ചിരിക്കുന്ന സ്ഥലവും നിരീക്ഷിക്കണം. പരിഭ്രാന്തി കാട്ടരുത്. ശല്യക്കാരായ പാമ്പുകളെ പിടികൂടാൻ സർപ്പ് സ്നേക്ക് റെസ്ക്യൂ ടീം ജില്ലകളിലുണ്ട്. മനുഷ്യനോ വളർത്തുമൃഗങ്ങൾക്കോ അപകടം സൃഷ്ടിക്കാവുന്നത് എന്ന് കണ്ടാൽ വനം വകുപ്പിൻ്റെ സർപ്പ് ടീമിനെ വിവരമറിയിക്കാം. പരിശീലനം ലഭിച്ച പാമ്പ് പിടുത്തക്കാരെ എത്തിച്ച് പിടികൂടും. വനം വകുപ്പിൻ്റെ സർപ്പ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊഡക്ഷൻ ആപ്പിലും വിവരങ്ങൾ കൈമാറാവുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ.